I have some interesting application questions in front of you, and let us solve two questions. നമ്മൾ ഇതുവരെ ലൈൻസ് വരച്ചു, റൊട്ടേറ്റ് ചെയ്തു, സോൾവ് ചെയ്തു, എല്ലാം ചെയ്തെങ്കിലും നമുക്കിതിൻ്റെ റിയൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി കാണുന്നില്ല. അതായത് നമുക്ക് ചില റിയൽ ലൈഫ് പ്രോബ്ലംസിനെ ട്രിഗ്നോമെട്രീസ് ഒന്നും ഇല്ലാതെ ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ലൈൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അല്ല ചില ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യനിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് ഒരുപാടുണ്ട്, എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ ആപ്ലിക്കേഷൻസിൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. Where you have a tree, you can see a tree, you can see a fruit on it, you can see a flower. So let's read the question and solve it. Okay. റിയൽ ലൈഫിൽ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ ഇല്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇല്ല, ഗ്രൗണ്ട് ഇല്ല, എവറിത്തിങ് വി ഹാവ് ടു give the names for all these things. Okay, so we have two objects, flower A and B. So let the flower be this A and orange we have B. We will mark it as B. Okay, this is marked as B. So it is within a rectangular compound wall. Say that we will name this wall as P and Q. So we will name this as P and Q. Okay, and we have to look into the geometry before naming it as P and Q. Okay, let's see, they are 90 degree, that's okay, fine. And the flower A is 1 meter and 5.5 meter from the walls P and Q. നമുക്ക് നോക്കി അറിയാം അല്ലേ, ഫ്ലവർ ഈ വോളിനാണ് വളരെ അടുത്ത് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിനെ പി ആയിട്ട് തന്നെ വിളിക്കാം. സോ ദിസ് ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 1.5 മീറ്റർ ആണ്. ആൻഡ് ഈ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇത് 1 മീറ്റർ ഫ്രം 5.5 മീറ്റർ പി ആൻഡ് ക്യൂ. ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5.5 മീറ്റർ ആണ്. റൈറ്റ്. നൗ ഇനി ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓറഞ്ച് ബി അത് 4 മീറ്റർ ആൻഡ് 1.5 മീറ്റർ ഫ്രം പി ആൻഡ് ക്യൂ എന്നാണ് പറഞ്ഞത്. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് 4 മീറ്റർ ഫ്രം പി ആൻഡ് 1.5 മീറ്റർ ഫ്രം ക്യൂ. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? 1.5 മീറ്റർ ആണ്. റൈറ്റ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എപ്പോൾ? ഫ്ലവർ ഈസ് 1.5 മീറ്റർ ആൻഡ് ഓറഞ്ച് ഈസ് 3.5 മീറ്റർ അബോവ് ദി ഗ്രൗണ്ട്. ദാറ്റ് മീൻസ് ഇത് 1.5 മീറ്റർ ആണ്, ഇത് എത്രയാണ്? 3.5 മീറ്റർ ആണ്. ഇത്രയും ഡേറ്റ നമുക്കുണ്ട്. റൈറ്റ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി we may have a tendency to consider that this is HP and this is VP. എങ്ങനെ സോൾവ് ചെയ്യാം? എനിവേ ഞാൻ വേറൊരു രീതിയിലാണ് പറയുന്നത്. നമുക്കതിനെ വേണം അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ അതിനെ മറ്റൊരു രീതിയിൽ ഇവിടുന്ന് ഉള്ളതിനെ ഫ്രണ്ട് വ്യൂ ആയിട്ടും ഇങ്ങനെയുള്ളതിനെ ഫ്രണ്ട് വ്യൂ ആയിട്ടും, അതായത് I will do like this. From here I will call this as the front view, and from here I will call this as the top view. Okay, അങ്ങനെ വരുമ്പം ഈ വോൾ പി എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ ഒക്കെ ആയിട്ട് പോകും. അത് പൊക്കോട്ടെ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റനെ നമ്മളുടെ ടേംസിലേക്ക് ഡിഫൈൻ ചെയ്താൽ എൻഡ് എ ഈസ് 1.5 മീറ്റർ എബവ് എച്ച് പി and B is 3.5 meter above HP. Similarly, B is how much? B is B we have already written. Now, okay, so we have written the distance from the ground of A and B. Now, if we are looking from this side, this is considered as VP and this is considered as HP, right? അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് VP യിൽ നിന്ന് ഇപ്പോൾ എത്ര ദൂരം മാറി നിൽക്കുന്നത്? A is located at 5.5 distance, അല്ലേ? That means A is 5.5 meter
in front of VP and B is 1.5 meter in front of VP. Question നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? A is 5.5 meter in front of VP and B is 1.5 meter in front of VP. I think if you have this much amount of data, definitely it's easy for you to draw, right? So how will you draw it? Horizontal line വരയ്ക്കുന്നു. Okay. A is 1.5. So 1.5 centimeter നമുക്ക് എടുക്കാം. Scale 1 centimeter is equal to 1 meter എന്നുള്ള കൺസെപ്റ്റിൽ. So നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വരച്ചു. എത്ര ഹൈറ്റ്? 1.5 മീറ്ററിൽ വരച്ചു. സോ ഇതെന്തായിരിക്കും? ലോക്കസ് ഓഫ് എ ഡാഷ് ആയിരിക്കും. അതുപോലെ ബി ഈസ് 3.5 മീറ്റർ എന്നാണ് പറയുന്നത്. സോ 3.5 മീറ്ററിൽ നമ്മൾ വരച്ചു. ലോക്കസ് ഓഫ് ബി ഡാഷ് വരച്ചു. സോ ഇത് 3.5 മീറ്റർ ആണ്. റൈറ്റ്. ഇനി അടുത്ത എന്താണ്? എ ഈസ് 5.5 മീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ബി. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 5.5 മീറ്റർ എടുത്ത് വരയ്ക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? ഇത് ലോക്കസ് ഓഫ് എ ആണ്. അടുത്ത എന്താണ്? ബി ഈസ് 1.5 മീറ്റർ ഇവിടെ വരച്ചു. എത്രയായിരിക്കും? ലോക്കസ് ഓഫ് ബി ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇഫ് ആർബിട്രറി ടേക്ക് എ പോയിന്റ് ദിസ് ഇസ് എ ഡാഷ്, ഡെഫിനറ്റ്ലി നേരെ താഴെ ഇവിടെ എന്തായിരിക്കും? നമുക്ക് വി ഹാവ് പോയിന്റ് എ. ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഇനിയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യുമ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഏതൊക്കെ ഡയമെൻഷൻ യൂസ് ചെയ്തു? നമ്മൾ ഈ ഡയമെൻഷൻ യൂസ് ചെയ്തു, അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നു. ഈ ഡയമെൻഷൻ യൂസ് ചെയ്തു, അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ഇതിനെ യൂസ് ചെയ്തു, അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ഇതും യൂസ് ചെയ്തു, അതും സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. അതെന്തൊക്കെയാണ്? ഒന്ന് ഈ ദൂരം, ഇത് എത്രയാണ്? 4 മീറ്ററും ഇത് എത്രയാണ്? 1.5 മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് ഫ്ലവർ ടു ദിസ് ഓറഞ്ച് വെൻ മെഷേർഡ് പാരലൽ ടു വി പി. വി പിക്ക് പാരലൽ ആയിട്ട് നമ്മൾ മെഷർ ചെയ്താൽ ഉണ്ടാകുന്ന ഈ ദൂരം എത്രയായിരിക്കും? അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ തൊട്ട് ഇവിടം വരെ 4 മീറ്റർ ആണ്. മീൻസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ്. സോ ഈ ഗ്യാപ്പ് എത്ര വരാൻ പോകുന്നത്? 4 മൈനസ് 1.5 അല്ലേ? അപ്പോൾ എത്ര വരും? അത് 2.5 മീറ്റർ ആണ് നമുക്ക് വരാൻ പോകുന്നത്. എന്താ ഈ 2.5 മീറ്ററിന്റെ മീനിങ്? നിങ്ങൾ നോക്കുക, നമ്മൾ ഇവിടുന്ന് നോക്കുമ്പം എൻഡ് എയുടെയും എൻഡ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2.5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടർ. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു എൻഡ് പ്രൊജക്ടർ ആണ്. ഇവിടെ നമ്മൾ 2.5 എടുത്ത് മാറ്റി ഒരു ലൈനോടെ വരച്ചാൽ എന്താണ്? ഇഫ് യു ടേക്ക് ദിസ് ആസ് 2.5 നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റ് B1 ഡാഷും ഈ പോയിന്റ് എന്തായിരിക്കും? B1 ആയിരിക്കും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ ഫ്രണ്ട് വ്യൂ and this is going to be our top view. This is top view and this is our front view. Now things are very easy for you. You have the apparent length, you rotate it, extend it, you get the answer, right? So ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇവിടെ നമുക്ക് കിട്ടും. ഇതായിരിക്കും ബി എന്ന് പറഞ്ഞ പോയിന്റ്. Similarly, if you rotate this and if you extend it here from here, you will get the solution like this. So this is going to be B dash, right? So ഈ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആയിരുന്നു. അത് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പം ആ ട്രൂ ലെങ്ത് ആണ് ചോദ്യം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇഫ് ദ ഫ്ലവർ ഈസ് എന്നുള്ള കാര്യം. അപ്പൊ തന്നിരിക്കുന്ന ഗിവൺ ഡയമെൻഷൻസിനെ നമ്മൾ എന്ത് ചെയ്തു? 1 by 1 ആയിട്ട് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കൺവെൻഷണൽ മെത്തേഡ്സിലൂടെ ഇതിനെ പ്രാക്ടീസ് ചെയ്യിച്ച് എടുത്തു. സോ ഈ ഫിഗറിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മാർക്ക് ചെയ്ത് നോക്കുക, ഓരോന്ന് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം. അങ്ങനെ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ല ഒരിക്കലും ഒരു ക്വസ്റ്റനിൽ ദേ വിൽ നോട്ട് ഗീവ് യു വിച്ച് ഇസ് VP and which is HP. Okay. In a similar manner, we have another question here. Here you have a wall, right? So this I am not going to solve. This is for, consider this as a brainstorming question. But instead of solving this, I will give you the tips for that, right? Right here you have a wall which is 0.3 meter thick, and that is given over there in the question. 0.3 meter thick, and you have a 2 mangoes. Say this is mango A and this is mango B. Now what is speciality? 2 mangoes on a tree AB are 1.5 meter and 3 meter above the ground. That means this distance is going to be what? 1.5 meter, and this distance from the ground, that is 3 meter. Then what they have said, and
those are 1.2 meters and 1.5 meter from a 0.3 thick wall. That means from here to here the distance is how much? 1.2, and from here to here the distance is how much? 1.5, right? And what they have given is, if the distance is measured between them along the ground parallel to the wall is 2.6 meter. That's how it is given. It is something like the end projected question itself. But the speciality is that ഈ രണ്ട് മാംഗോസും ഒരു ലൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി എന്താണ്? ഇൻ ടു ഡിഫറെൻറ്റ് ക്വാഡ്രൻസ്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ഇങ്ങനെ ഇതിൻ്റെ ടോപ്പ് വ്യൂവും പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്, റൈറ്റ്? അപ്പം നമ്മൾ നോക്കിയേ, എൻഡ് എ ഈസ് 1.5 meter above HP and 1.2 meter in front of VP. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ ഓളിന് തിക്നെസ്സും കൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് what you have to do, you divide it into half. We are considering the XY line along the midpoint of this line. So along this 1.2 you add 1.2 plus 0.15, and here you add 0.15, right? Exactly, you divide it into 2. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ എടുത്ത് 1.2 എടുത്തിട്ട് 1.5ന്റെ കൂടെ ആഡ് ചെയ്താലും മതി, 0.3. ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഓക്കെ, ഇനി ഞാൻ ഈക്വലി അതങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തു. അപ്പം നമുക്ക് എന്തുണ്ട്? എയുടെ ഡിസ്റ്റൻസ് ഉണ്ട്. എ ഈസ് 1.2 in front of VP and 1.5 above HP, right? Now you take the case of B. What is that? B is, sorry, along with this you have to add 0.15 plus 0.15, and B is how much? 3 meter above HP and sorry, there is no 1.5 here, sorry, not 0.15 here, only here. So B is 3 meter above HP, this 3 meter, and 1.5 plus 0.15, 1.5 plus 0.15, which is equal to 1.65 behind VP. This is it, behind VP. അപ്പോൾ നമുക്ക് എൻഡ് എയുടെയും എൻഡ് ബിയുടെയും കംപ്ലീറ്റ് ലൊക്കേഷൻസ് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു റെഫറൻസ് ലൈൻ വരച്ചാൽ ഈ റെഫറൻസ് ലൈനിൻ്റെ ലോക്കസ് ഓഫ് എ ഡാഷും ലോക്കസ് ഓഫ് എയും വരയ്ക്കാം. ബിക്ക് എന്ത് കൊടുക്കുക? സെക്കൻഡ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരെണ്ണം 3 മീറ്റർ അബോവ് ലോക്കസ് ഓഫ് ബി ഡാഷ് കിട്ടും. അടുത്ത 1.6 മീറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? ലോക്കസ് ഓഫ് ബി കിട്ടും. നമ്മളൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും എ ഡാഷും എയും കിട്ടും, റൈറ്റ്? ഇനി നമുക്ക് എന്തുണ്ട്? ഇത് തമ്മിലുള്ള ദൂരം പാരലൽ ടു ദ വോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞെങ്കിൽ തമ്മിലുള്ള ദൂരം, ദാറ്റ് മീൻസ് ഇതും തമ്മിലുള്ള ദൂരം എത്രയാണ്? 2.6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നത്തിങ് ബട്ട് ദി എൻഡ് പ്രൊജക്ടർ ആണ്. സോ പഴയ ക്വസ്റ്റൻ ഇതുപോലെ തന്നെ എൻഡ് പ്രൊജക്ടർ വരയ്ക്കുക. എന്തായിരിക്കും? B1 ഡാഷ് ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? ഇത് B1 ആയിരിക്കും. സോ യു ക്യാൻ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ഈസിലി ലൈക്ക് ദ വൺ യു ഡിഡ് ഫോർ ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ. സോ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. എനിവേ ദീസ് ആർ 2 interesting questions where you can try it out. Okay, and find the answer. I'm not going to give the answer. So it's for you, and for the examination they won't ask questions like this, but there are chances that they can ask some descriptive questions. Chances are there. I will give at a chance of 30%, 20 to 30% they can ask such kind of questions. Okay, അതുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ വരാൻ പാടില്ല എന്നൊന്നുമല്ല. പക്ഷെ നമുക്ക് നല്ല ചെയ്ത് പരിചയമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തന്നിരിക്കുന്ന ഡയമെൻഷൻസിനെ നമ്മളുടെ HPVP കൺസെപ്റ്റിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. Okay, that's all for the session. See you with some other topic in the next class.